Hello my dear students, welcome to EduZone, the commerce platform. EduZone, the commerce platformiലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ബിസിനസ് സ്റ്റഡീസിലെ 4th ചാപ്റ്ററായ പ്ലാനിങ് എന്ന ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം അല്ലേ, പ്ലാനിങ് പറഞ്ഞാൽ എന്താ? നമ്മളൊരു കാര്യം മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതാണ് അല്ലേ. മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട 5 ഫംഗ്ഷനിലെ ഫസ്റ്റ് ഫംഗ്ഷനാണ് പ്ലാനിങ്. ഓക്കെ, ഒരു ഡെഫിനിഷൻ നമുക്ക് പറയാം. പ്ലാനിങ് മീൻസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നോ അതിനെക്കുറിച്ച് മുൻകൂട്ടി കാണുന്നതാണ് പ്ലാനിങ്. ഓക്കെ, നമ്മൾ ഭാവിയിൽ ചെയ്യേണ്ട ഒരു കാര്യം ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ആയിട്ട് തീരുമാനിക്കുകയാണ്. ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യം മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ് പ്ലാനിങ്. ഓക്കെ, പ്ലാനിങ് എന്ന് പറയുന്നത് വേറൊരു മീനിങ്ങിൽ, സിമ്പിൾ മീനിങ്ങിൽ നമുക്ക് പറയാം വേർ വി ആർ, നമ്മളിപ്പോൾ എവിടെയാണോ, ആൻഡ് വേർ വി വാണ്ട് ടു ഗോ, നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്. ഇത് രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ്, ഒരു ബ്രിഡ്ജാണ് പ്ലാനിങ്. ഓക്കെ, വേർ വി ആർ ആൻഡ് വേർ വി വാണ്ട് ടു ഗോ, ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ ആൻഡ് വേർ വി വാണ്ട് ടു ഗോ. ഓക്കെ, ക്ലിയർ. ഈ വീഡിയോയിൽ ഫോക്കസിങ് ഏരിയ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്, സ്റ്റെപ്സ് ഇൻ പ്ലാനിങ്, ദെൻ ടൈപ്സ് ഓഫ് പ്ലാൻ. അതാണ് ഫോക്കസിങ് ഏരിയ നമ്മുടെ. അതിൻ്റെ കൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്, ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ പോളിസി, പ്രൊസീജിയർ, പോളിസി, റൂൾ എക്സെട്ര. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്, പ്ലാനിങ്ങിൻ്റെ ഫീച്ചറിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് വൺ ഗോൾ ഓറിയൻറ്റഡ് ആണ്. നമുക്കറിയാം അല്ലേ, പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഡിസൈഡ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ, മുന്നേ കൂട്ടി തീരുമാനിക്കലാണ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സിൽ പ്ലാനിങ് ഫോക്കസ് ചെയ്യുന്നത്, അതായത് ഗോൾ ഓറിയൻറ്റഡ് ആണ്. എന്താ ഗോൾ ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യപ്രാപ്തിയാണ്. എവരി പ്ലാൻ വിൽ സെറ്റ് ആൻ ഒബ്ജക്റ്റീവ് ഫോർ ദി ബിസിനസ്. എല്ലാ പ്ലാനിനും ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട് അല്ലേ, കാരണം ലക്ഷ്യമില്ലാത്തൊരു പ്ലാൻ നമുക്കുണ്ടാവില്ല. സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുന്നത് പ്രൈമസി ഓഫ് പ്ലാനിങ്. അതായത് പ്ലാനിങ് ഈസ് എ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. പ്ലാനിങ് മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഫങ്ഷനാണ്, പ്രൈമറി ഫങ്ഷനാണ്. പ്ലാനിങ് ഈസ് ദ ബേസിക് ആൻഡ് പ്രൈമറി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ദറ്റ് ഈസ് ദ സെക്കൻഡ് ഫീച്ചർ. ഓക്കെ, ദെൻ തേർഡ് ഫീച്ചർ ഈസ് പെർവേസീവ്നെസ്. അതായത് സർവ്വവ്യാപിയാണ്, കാരണം എവിടെയും നമുക്ക് ആവശ്യമാണ് പ്ലാനിങ് അല്ലേ. ഏത് കാര്യം നമ്മൾ കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മളൊന്ന് പ്ലാൻ ചെയ്യണം. ഓക്കെ, ദ ഫങ്ഷൻസ് ഓഫ് പ്ലാനിങ് വിൽ ഹാവ് ടു ബി ക്യാരിഡ് ഔട്ട് ബൈ ഓൾ മാനേജേഴ്സ് വർക്കിംഗ് ഇൻ ഡിഫറെൻറ്റ് ലെവൽസ്. എല്ലാ മാനേജേഴ്സും, അതായത് ഡിഫറെൻറ്റ് ലെവൽ മാനേജേഴ്സ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ പഠിച്ചതാണ് ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. ഈ ഏത് ലെവൽ മാനേജേഴ്സിനും ആവശ്യമാണ് പ്ലാനിങ്. ഓക്കെ, അതുകൊണ്ട് തന്നെ സർവ്വവ്യാപിയാണ്, പർവേസീവാണ് പ്ലാനിങ്. Okay, that is the third function feature. Then fourth feature is flexibility. What do you mean by flexibility? Flexibility is the capacity to adjust based on situation. അതായത് അയവുള്ളതാണെന്ന് പറഞ്ഞത്. മീൻസ് അതായത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ പ്ലാനിങ് മാറ്റിക്കൊണ്ടേയിരിക്കാം. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം. കപ്പാസിറ്റി ടു അഡ്ജസ്റ്റ് ബേസ്ഡ് ഓൺ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പ്ലാനിങ്. ഓക്കെ, ദറ്റ് ഈസ് ദ ഫോർത്ത് ഫീച്ചർ. ദെൻ ഫിഫ്ത്ത് ഫീച്ചർ ഈസ് കണ്ടിന്യൂസ് പ്രോസസ്സ്. പ്ലാനിങ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ഒരു തുടർച്ചയായ പ്രക്രിയയാണ്. ഇറ്റ് ഈസ് എ നെവർ എൻഡിങ് ആക്ടിവിറ്റി ടിൽ ദ എൻഡ് ഓഫ് ദി ഫോം. അത് ആ സ്ഥാപനത്തിൻ്റെ ലാസ്റ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫങ്ഷനാണ്. കാരണം നെവർ എൻഡിങ് പ്രോസസ്സാണ് പ്ലാനിങ്. ഓക്കെ, planning is an ongoing process in the organization. Plans are prepared for a specific period and the end of which new plans are to be drawn. അതായത് ഒരു പ്രത്യേക ടൈമിന് പ്ലാൻ ചെയ്യും, ആ എൻഡിൽ അടുത്ത പ്ലാൻ ആയിരിക്കും. അങ്ങനെ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ്. ആ സ്ഥാപനം നിലനിൽക്കുന്ന കാലത്തോളം പ്ലാനിങ് എന്ന ഫങ്ഷൻ തുടർച്ചയായിട്ട് കൊണ്ടുപോകണം. ഓക്കെ, ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ഫീച്ചർ. അപ്പോൾ ഏതൊക്കെയായിരുന്നു? പ്ലാനിങ് ഗോൾ ഓറിയൻറ്റഡ് ആണ്, പ്രൈമസി ഓഫ് പ്ലാനിങ് അതായത് ഫസ്റ്റ് ഫങ്ഷനാണ്, ദെൻ പെർവേസീവ്നെസ് സർവ്വവ്യാപിയാണ്, ദെൻ ഫ്ലെക്സിബിലിറ്റി ചേഞ്ച് ചെയ്യാൻ അയവുള്ളതാണ്, ദെൻ ലാസ്റ്റ് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഓക്കെ,
ഇനി നമുക്ക് എക്സ്ട്രാ ഫീച്ചർ ആഡ് ചെയ്യണമെങ്കിൽ ഒരു ഫീച്ചർ പറയാം. പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. അത് നമുക്കറിയാം. പ്ലാൻ പറഞ്ഞാൽ ഫ്യൂച്ചറിൽ ചെയ്യാനുള്ള കാര്യം തന്നെയാണ്. ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ദെൻ പ്ലാനിങ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്. പ്ലാനിങ് ആണ് നമുക്ക് തീരുമാനം എടുക്കാൻ സഹായിക്കുന്നത് അല്ലേ. പ്ലാനിങ് എസെൻഷ്യലി ഇൻവോൾവ്സ് ചോയ്സ് ഓഫ് എമംഗ് വേരിയസ് ആൾട്ടർനേറ്റീവ്സ് നമുക്ക് ചോയ്സ് കിട്ടുന്നത് പ്ലാനിങ്ങിലൂടെയാണ് അല്ലേ. ഏറ്റവും നല്ലത് ഏതാ സെലക്ട് ചെയ്യാം. ഓക്കെ, പ്ലാനിങ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിങ്ങിനും പ്ലാനിങ് ആവശ്യമാണ്. ഇനി നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാം. ഫസ്റ്റ്, പ്ലാനിങ് പ്രൊവൈഡ് ഡയറക്ഷനാണ്. ആസൂത്രണത്തിന് ദിശ നൽകുന്നത് പ്ലാനിങ് ആണ്. കാരണം നമ്മൾ എന്താണോ പ്ലാൻ ചെയ്യേണ്ടത്, എന്താണോ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് പ്ലാനിങ്ങിലൂടെയാണ് കിട്ടുന്നത്. ദെൻ പ്ലാനിങ് റെഡ്യൂസ് ദി റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി. അനിശ്ചിതത്വം മൂലമുള്ള നഷ്ടസാധ്യത കുറക്കും. അതായത് ഭാവിയിൽ എന്ത് സംഭവിക്കുന്നതെന്ന് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്താൽ ആ പെട്ടെന്നുള്ള ഷോക്ക് നമുക്ക് പിന്മാറാൻ പറ്റും. ഓക്കെ, ദെൻ പ്ലാനിങ് റെഡ്യൂസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. ആസൂത്രണം കവിഞ്ഞു കിടക്കുന്നതും വ്യർത്ഥമായ പ്രവർത്തനങ്ങളും കുറക്കുന്നു. അതായത് ഓവർലാപ്പിംഗ്, അതായത് നമ്മൾ നാളെ എത്ര പ്രോഡക്റ്റ് നമുക്ക് വേണമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് അതിനനുസരിച്ച് പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ മതി. ഓവർലാപ്പിംഗ് നമുക്ക് ഒഴിവാകും. ദെൻ പ്ലാനിങ് പ്രൊമോട്ട് ഇന്നൊവേഷൻ. ആസൂത്രണം നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അതായത് പ്ലാനിങ് മാനേജ്മെൻറ്റ് ഫസ്റ്റ് ഫങ്ഷനാണ് ഓരോ കാര്യങ്ങളും പെട്ടെന്ന് അതായത് ഇപ്പം നമ്മുടെ ഇതിലൊക്കെ പറയുകയാണെങ്കിൽ ടെക്നോളജി വികസിപ്പിക്കുന്നതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ നല്ലൊരു പ്ലാൻ ഉണ്ടായാലേ നടക്കുകയുള്ളൂ. ഓക്കെ, ദെൻ പ്ലാനിങ് ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ്. ആസൂത്രണം തീരുമാനം എടുക്കുന്നതിന് സൗകര്യമെടുക്കുന്നു. അത് നമ്മൾ പറഞ്ഞു, ഫീച്ചറിൽ പറഞ്ഞതാണ്. ഡിസിഷൻ മേക്കിങ്ങിന് പ്ലാനിങ് സഹായിക്കുന്നു. ദെൻ പ്ലാനിങ് ഫെസിലിറ്റേറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് കൺട്രോളിങ്. ആസൂത്രണ നിയന്ത്രണത്തിന് നിലവാരം നിശ്ചയിക്കുന്നു. അതായത് പ്ലാനിങ്ങും കൺട്രോളിങ്ങും എന്ന് പറഞ്ഞാൽ ടു സൈഡ് ഓഫ് എ കോയിനാണ്. ഒരു കോയിൻസിൻ്റെ ടു സൈഡ്സാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. കാരണം പ്ലാനിങ്ങും കൺട്രോളിങ്ങും, പ്ലാനിങ് ഇല്ലാതെ കൺട്രോളിങ് ഇല്ല, കൺട്രോളിങ് ഇല്ലാതെ പ്ലാനിങ്ങും ഇല്ല. കാരണം കൺട്രോളിങ് ഈസ് ഇവാലുവേറ്റിംഗ് ദ പ്ലാനിങ് വർക്ക്. നമ്മൾ എന്താണോ പ്ലാൻ ചെയ്തത് അത് എത്രമാത്രം നടന്നിട്ടുണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മൾ കൺട്രോളിങ്ങിലൂടെയാണ്. അപ്പം പ്ലാനിങ് സെറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് കൺട്രോളിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത് നമ്മൾ പ്ലാനിങ്ങിലാണ്. ഓക്കെ, അതിന് നമ്മൾ കൺട്രോളിങ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണമെങ്കിൽ പ്ലാനിങ് അത്യാവശ്യമാണ്. ക്ലിയർ? അപ്പോൾ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ആർ ടു സൈഡ്സ് ഓഫ് എ കോയിൻ. പ്ലാനിങ് സെറ്റ് സ്റ്റാൻഡേർഡ് ഫോർ കൺട്രോളിങ്. ദാറ്റ് ഈസ് ദ 6th ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്. അടുത്തത് നമ്മൾ ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. ആസൂത്രണത്തിൻ്റെ പരിമിതികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. പ്ലാനിങ്ങിന് ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ദോഷങ്ങളും നമുക്കുണ്ട്. അതായത് ഫസ്റ്റ് വൺ, പ്ലാനിങ് ലീഡ്സ് ടു റിജിഡിറ്റി. അതായത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു പ്ലാനിങ്ങിൽ നിന്ന് ഒരു ചേഞ്ച് വരുത്താൻ നമുക്ക് പറ്റില്ല. ഓക്കെ, ഫ്ലെക്സിബിൾ അല്ല, റിജിഡാണ്. ദെൻ പ്ലാനിങ് മേ നോട്ട് വർക്ക് ഇൻ എ ഡൈനാമിക് എൻവയോൺമെൻറ്റ്. ചലനാത്മകമായ പരിസ്ഥിതിയിൽ ആസൂത്രണം ഫലപ്രദമല്ല. അല്ലെ, പെട്ടെന്ന് വരുന്ന ചേഞ്ചൊന്നും നമുക്ക് മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്തു ആ രൂപത്തിലേ നടക്കാൻ പറ്റുള്ളൂ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. അതേസമയം പ്ലാൻ ചെയ്യാത്ത കാര്യമാണെങ്കിൽ ആ തൽക്കാലം നേരം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ലിമിറ്റേഷൻ. പ്ലാനിങ് മേ നോട്ട് വർക്ക് ഇൻ ഡൈനാമിക് എൻവയോൺമെൻറ്റ്. അതായത് ബിസിനസ്സിൻ്റെ പരിസ്ഥിതിയിലൊക്കെ എന്തെങ്കിലും മാറ്റം ഇടയ്ക്കിടയ്ക്ക് വരുന്നിടത്ത് നമുക്ക് പ്ലാനിങ് അത്ര അപ്രൂവ് അല്ല. ദെൻ പ്ലാനിങ് റെഡ്യൂസ് ക്രിയേറ്റിവിറ്റി. ആസൂത്രണം സർഗാത്മകതയെ കുറക്കുന്നു. അതായത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് പ്ലാൻ ചെയ്യും, അത് നമ്മുടെ ലോവർ ലെവൽ മാനേജ്മെൻറ്റ് അനുസരിക്കൽ നിർബന്ധമാണ്. പക്ഷേ അവരുടെ അഭിപ്രായം കേൾക്കാനുള്ളൊരു മനോധൈര്യം, അല്ലെങ്കിൽ കേട്ട് നല്ല രീതിയിൽ ലോവർ ലെവൽ മാനേജേഴ്സിൻ്റെ അവർ ചിലപ്പോൾ ക്രിയാത്മകമായിട്ട് ചെയ്യുന്ന ടീമായിരിക്കും. അവരുടെ വാക്കുകൾ അനുസരിക്കാൻ ടോപ്പ് ലെവൽ മാനേജേഴ്സ് തയ്യാറാവില്ല. ഓക്കെ, ദെൻ പ്ലാനിങ് ഇൻവോൾവ് ഹ്യൂജ് കോസ്റ്റ്. ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യണമെങ്കിൽ ഒരുപാട് ടൈമും കോസ്റ്റൊക്കെ നമുക്ക് എടുക്കും. ഹ്യൂജ് കോസ്റ്റാണ് നമ്മളൊരു പോയിൻ്റായിട്ട് പറയാം. പണമേറെ ചിലവ് വരുന്ന ഏർപ്പാടാണ് പ്ലാനിങ്. ദെൻ സെക്കൻഡ് ലിമിറ്റേഷൻസ് പറയാം. പ്ലാനിങ് ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. ഒരു കാര്യം പ്ലാൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനെ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ടൈം കൺസ്യൂം ചെയ്യുന്നുണ്ട്. ദെൻ പ്ലാനിങ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. പ്ലാനിങ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ആ പ്ലാൻ വിജയിക്കും നമുക്ക് നോ ഗ്യാരണ്ടി. ഓക്കെ, പ്ലാനിങ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. വിജയത്തിന് ഒരിക്കലും ഉറപ്പ് തരുന്നില്ല. നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഓക്കെ, അത് ക്ലിയർ ആവോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദെൻ ലാക്ക് ഓഫ് റിലയബിൾ ഡാറ്റ. അതായത് പ്ലാനിങ്ങിൻ്റെ വിജയം ശരിയായ സ്ഥിതിക്ക് അനുസരിച്ച് കണക്കുകൾ ആശ്രയിച്ചിരിക്കും. അതായത് പ്ലാൻ ചെയ്ത പ്രകാരം കിട്ടുന്ന വിവരം കറക്റ്റാണെങ്കിൽ നമുക്കത് പറയാം, അല്ലെങ്കിൽ ചില വിവരങ്ങളൊന്നും നമുക്ക് വിശ്വസനീയമായിക്കൊള്ളണമെന്നില്ല.
ദെൻ ലാസ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ബാഹ്യശക്തികളുടെ സ്വാധീനം. അപ്പോൾ നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്തു വെച്ചു നമ്മുടെ ബിസിനസ്സിൽ, പക്ഷേ പുറമെ ബിസിനസ്സിൻ്റെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് വെച്ചിട്ട് നമ്മുടെ പ്ലാനിനെ ചിലപ്പോൾ മാറ്റം വരുത്തേണ്ടി വരും. ആ പ്ലാൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ പ്ലാനിനെ അവർ സ്വാധീനിക്കും. അങ്ങനെ ഒരുപാട് ഫോൾട്ട് നമുക്കതിൽ പറയാനുണ്ട്. ഓക്കെ, ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് പൊളിറ്റിക്സ്, എക്കണോമിക്സ്, ലോ, ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് അതിനെ ഫോൾട്ട് പറയാം. അപ്പോൾ ഏതൊക്കെയായിരുന്നു ലിമിറ്റേഷൻസ്? പ്ലാനിങ് ലീഡ്സ് ടു റിജിഡിറ്റി, പിന്നെ പ്ലാനിങ് മേ നോട്ട് വർക്ക് ഇൻ ഡൈനാമിക് എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. ദെൻ റെഡ്യൂസ് ക്രിയേറ്റിവിറ്റി കുറക്കും. ദെൻ ഹ്യൂജ് കോസ്റ്റാണ്, ടൈം കൺസ്യൂമിംഗ് ആണ്, നോ ഗ്യാരണ്ടി ഫോർ സക്സസ്, ലാക്ക് ഓഫ് റിലയബിൾ ഡാറ്റ, ആൻഡ് ലാസ്റ്റ് വൺ ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോക്കസിങ് ഏരിയ എന്ന് പറയുന്നത് സ്റ്റെപ്സ് ഇൻ പ്ലാനിങ്, പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്പുകളാണ്. ഏതൊക്കെ പ്രൊസീജിയറാണ് പ്ലാൻ ചെയ്യാൻ ആദ്യം നമ്മൾ നടത്തേണ്ടതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, അല്ലേ? ദ ഫസ്റ്റ് സ്റ്റെപ്പ് വിച്ച് വിൽ സെർവ് ദി ബേസിസ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണോ നമ്മുടെ ലക്ഷ്യം, സെറ്റിംഗ് ദി ഒബ്ജക്റ്റീവ്, ലക്ഷ്യമാണ് ഫസ്റ്റ് നോക്കേണ്ടത്. Setting the objective. Then second one, developing premises. These are the assumptions about the internal and external environment of the firm. അതായത് പ്ലാൻ തയ്യാറാക്കുന്നതിന് ഭാവിയെക്കുറിച്ച് മാനേജർ തയ്യാറാക്കുന്ന പലതരത്തിലുള്ള സങ്കല്പങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അതായത് പ്ലാനിങ് സങ്കല്പങ്ങളെ ചിട്ടയോടെ തയ്യാറാക്കുകയും എത്രത്തോളം നമുക്ക് ഡിമാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നതിനെ കുറിച്ചിട്ട് നോക്കണം. പ്ലാനിങ് പ്രിമൈസസ് ആണ്, സങ്കല്പങ്ങൾ വികസിപ്പിക്കുകയാണ്. അത് എക്സിസ്റ്റിംഗ് സ്റ്റാഫ് വെച്ചിട്ട് മാർക്കറ്റ് കണ്ടീഷൻ, ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. ഓക്കെ, പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ രൂപത്തിലാണ് നമ്മുടെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സൊക്കെ കൺസിഡർ ചെയ്ത് ഡെവലപ്പിംഗ് പ്ലാനിങ് പ്രിമൈസ്, സങ്കല്പങ്ങൾ വികസിപ്പിക്കുക. ദെൻ സെക്കൻഡ് പോയിൻറ്റ്, ഡിറ്റർമിൻ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. അതായത് ആൾട്ടർനേറ്റീവ് കോഴ്സ്, ബദലുകൾ കണ്ടെത്തണം. അതായത് ഹിയർ മാനേജർ ഡെവലപ്പ് പോസിബിൾ നമ്പർ ഓഫ് ആൾട്ടർനേറ്റീവ്സ്. ഒരുപാട് സെലക്ഷൻ നടത്തി ഒരുപാട് ഐറ്റംസ് കണ്ടതിന് ശേഷം അതിൽ നിന്നും ഐഡൻറ്റിഫൈ ആൾട്ടർനേറ്റീവ്സ്, ലക്ഷ്യങ്ങൾ ഉറപ്പിക്കുകയും അനുമാനങ്ങൾ രൂപീകരിക്കുകയും ചെയ്തു കഴിഞ്ഞ് അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ, അടുത്ത നടപടി. അത് ഒരുപാട് വഴികളുണ്ട് ഒരു കാര്യം ചെയ്യണമെങ്കിൽ. അഥവാ നമ്മളിപ്പോൾ ചെയ്ത കാര്യം നടന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ ചെയ്ത പ്ലാൻ 2-3 പ്ലാൻ ചെയ്ത് വെക്കണം. ഓക്കെ, അതിൽ നിന്നും നല്ലതിനെയാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഡിറ്റർമിൻ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് ഈസ് സെലക്ടിങ് ദി ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്. നമ്മൾ ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാക്കി എന്ന് പറഞ്ഞതുപോലെ അതിൽ നിന്നും ഇവാലുവേറ്റിംഗ് ആൾട്ടർനേറ്റീവ്സ്, ഓരോന്നിനും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അതായത് നമ്മൾ പ്ലാൻ ചെയ്ത ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ പ്ലാനിങ് പ്രൈമൈസ് നടത്തി. ഈ പ്രൈമൈസിൽ നിന്ന് ഒരുപാട് ഐറ്റംസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, ഓരോ ആൾട്ടർനേറ്റീവ്സ്. ഈ ആൾട്ടർനേറ്റീവ്സിനെ കുറിച്ചിട്ട് നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് ഏതാണ് ഏറ്റവും നല്ലതെന്ന് ഇവാലുവേറ്റ് ചെയ്തു. ദെൻ ഫിഫ്ത്ത് സ്റ്റെപ്പ് ഈസ് സെലക്ടിങ് ആൻ ആൾട്ടർനേറ്റീവ്. അതിൽ ദീസ് ആർ ദ പ്ലാൻസ് ഫോർ വേരിയസ് സെക്ഷൻസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ടിങ് ദി ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ, റിയൽ പോയിൻ്റ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഈ ഒരുപാട് ആൾട്ടർനേറ്റീവ്സിന് ഏറ്റവും നല്ലതിനെ സെലക്ട് ചെയ്തു. ദെൻ സിക്സ്ത് പോയിൻറ്റ്, ഇംപ്ലിമെൻറ്റിംഗ് ദി പ്ലാൻ. ഏറ്റവും നല്ലതിനെ സെലക്ട് ചെയ്താൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? യെസ്, ഇംപ്ലിമെൻറ്റിംഗ് ദി പ്ലാൻ. ഇൻ ദിസ് സ്റ്റേജ് പുട്ടിംഗ് ദി പ്ലാൻ ഇൻ ടു ആക്ഷൻ. ആ പ്ലാന് നമ്മൾ ആക്ഷനാണ്, നമ്മളതിനെ എടുക്കണം. ആ പ്ലാൻ നമ്മൾ സ്വീകരിച്ച് ആ പ്ലാൻ നമ്മൾ വർക്കൗട്ട് ആക്കണം. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ്, പ്ലാൻ ചെയ്തു, അത് പ്രാവർത്തികമാക്കി, അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? നോ. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ അപ്പ് ദി ആക്ഷൻ. ആ വർക്ക് ചെയ്ത പ്ലാൻ കറക്റ്റ് നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. അപ്രൈസ് ദി എഫക്റ്റീവ്നെസ് ഓഫ് പ്ലാനിങ് ടു ഫൈൻഡ് ഔട്ട് ആൻഡ് റെക്ടിഫൈ വേരിയസ് ഷോർട്ട് കമ്മിങ്സ്. അതായത് see whether the plans are being implemented and activities performed mentoring the plan is equally important. This helps to detecting shortcoming and taking remedial measures in advance. അതായത് നമ്മൾ പ്ലാൻ ചെയ്ത രൂപത്തിൽ കറക്റ്റായിട്ട് നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് വിലയിരുത്തണമെങ്കിൽ ഏറ്റവും നല്ലതാണ് ഒരു ഫോളോ അപ്പ് എടുക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ദ
ലാസ്റ്റ് ഫങ്ഷൻ സ്റ്റെപ്സ് ഏതൊക്കെയായിരുന്നു അപ്പം പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ്? ഫസ്റ്റ് നമ്മൾ ലക്ഷ്യം നേടുക, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ദെൻ ഡെവലപ്പിംഗ് പ്രിമൈസ്, ഒരുപാട് ഐറ്റംസ് നോക്കുക, ദെൻ ഐഡൻറ്റിഫൈങ് ആൾട്ടർനേറ്റീവ്സ്, ഓരോ വ്യത്യസ്ത ആൾട്ടർനേറ്റീവ്സിനെ കുറിച്ചിട്ട് നോക്കിയിട്ട് ദെൻ സെലക്ടിങ് ദി ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്, ഏറ്റവും നല്ലതിനെ നമ്മൾ സെലക്ട് ചെയ്യുക. ദെൻ ഈ സെലക്ട് ചെയ്ത പ്ലാനിനെ നമ്മൾ സിക്സ്ത് സ്റ്റെപ്പ് ഇംപ്ലിമെൻറ്റിംഗ് പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ലാസ്റ്റ് വൺ ഫോളോ അപ്പ് ആക്ഷൻ. ഓക്കെ, ദറ്റ് ഈസ് ദ പ്ലാനിങ് പ്രോസസ് ഓർ സ്റ്റെപ്സ് ഇൻ പ്ലാനിങ്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാൻസ് ആണ്. പ്ലാനിൻ്റെ വിവിധ തരം പ്ലാനുകളെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ദർ ആർ 2 ടൈപ്സ് പ്ലാനിങ്. ഫസ്റ്റ് വൺ സിംഗിൾ യൂസ് പ്ലാൻ, സെക്കൻഡ് വൺ സ്റ്റാൻഡിംഗ് പ്ലാൻ. സിംഗിൾ യൂസ് പ്ലാൻ ആൻഡ് സ്റ്റാൻഡിംഗ് പ്ലാൻ. Single use plan means those plans developed for a particular project or period of time. അതായത് ഒരു പ്രത്യേക സമയത്തിനോ അല്ലെങ്കിൽ പ്രത്യേക പ്രോജക്റ്റ് അല്ലെങ്കിൽ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന പ്ലാനാണ് സിംഗിൾ യൂസ് പ്ലാൻ. ദോസ് പ്ലാൻസ് ഡെവലപ്ഡ് ഫോർ എ പെർട്ടിക്കുലർ പ്രോജക്റ്റ് ഓർ പീരിയഡ് ഓഫ് ടൈം. ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്ര ടൈമിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്ലാനാണ് സിംഗിൾ യൂസ് പ്ലാൻ. ഒരു ബഡ്ജറ്റ്, പ്രോഗ്രാം, പ്രോജക്റ്റൊക്കെ. ഓക്കെ, ദെൻ സെക്കൻഡ് പ്ലാൻ എന്ന് പറയുന്നത് സ്റ്റാൻഡിംഗ് പ്ലാൻ. സ്റ്റാൻഡിംഗ് പ്ലാൻ മീൻസ് ദോസ് പ്ലാൻസ് ഡെവലപ്ഡ് ഫോർ ആക്ടിവിറ്റീസ് ദാറ്റ് ഒക്കർ റെഗുലർലി ഓവർ എ പീരിയഡ് ഓഫ് ടൈം. തുടർച്ചയായിട്ട് ആ പീരിയഡിൽ തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു പ്ലാനാണ്, റെഗുലർലി ആയിട്ട് നടക്കുന്ന പ്ലാനാണ് സ്റ്റാൻഡിംഗ് പ്ലാൻ. ദോസ് പ്ലാൻസ് ഡെവലപ്ഡ് ഫോർ ആക്ടിവിറ്റീസ് ദാറ്റ് ഒക്കർ റെഗുലർലി ഓവർ എ പീരിയഡ് ഓഫ് ടൈം. അടുത്ത നമ്മൾ ഓരോ പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് പറയുകയാണ്. ഫസ്റ്റ് വൺ ഒബ്ജക്റ്റീവ്സ്, ദ എൻഡ്സ് വിച്ച് ദി മാനേജ്മെൻറ്റ് സീക്സ് ടു അച്ചീവ് ബൈ ഇറ്റ്സ് ഓപ്പറേഷൻ. അതായത് എൻഡ് റിസൾട്ടാണ്. ഒബ്ജക്റ്റീവ് മീൻ എൻഡ് പോയിൻ്റാണ്, ലാസ്റ്റിൽ വരുന്ന റിസൾട്ടാണ് അതിൽ വരുന്നത്. ബിസിനസ് പ്രവർത്തനം എന്താണോ ലക്ഷ്യം വെക്കുന്നത് അതിൻ്റെ ലാസ്റ്റ് ഘട്ടം, ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ്. ഫോർ എക്സാമ്പിൾ, ഇൻക്രീസ് സെയിൽസ് ബൈ 10%, 10% സെയിൽ കൂട്ടുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ആ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ ചെയ്യുക, അതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത്. ദെൻ സെക്കൻഡ് സ്ട്രാറ്റജി, നമുക്കറിയാം അല്ലേ, തന്ത്രം. എന്താ സ്ട്രാറ്റജി പറഞ്ഞത്? സ്ട്രാറ്റജീസ് ആർ പ്ലാൻസ് മെയ്ഡ് ഇൻ ലൈൻ ഓഫ് ദി പ്ലാൻസ് ഓഫ് ദി കോമ്പറ്റീറ്റർ. എക്സാമ്പിളായിട്ട് പറയണത് കണ്ടിന്യൂ ദി സെയിം ലൈൻ ഓഫ് ഓപ്പറേഷൻ. അതായത് നമ്മളൊരു സംഘടനയിൽ ദീർഘകാല ലക്ഷ്യം തീരുമാനിക്കുക, ഒരു പ്രത്യേക പദ്ധതി സ്വീകരിക്കുക, ലക്ഷ്യം നേടാൻ ആവശ്യമായ വിഭവങ്ങൾ അനുവദിച്ചു കൊടുക്കുക. അതായത് നമ്മൾ ബിസിനസ് സ്ഥാപനത്തിൽ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മെയ്ഡ് ഇൻ ലൈൻ ഓഫ് ദ പ്ലാൻസ് ഓഫ് ദി കോമ്പറ്റീറ്റർ. അതായത് തുടർച്ചയായിട്ട് നടക്കേണ്ട ഒരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്യുക, ദാറ്റ് ഈസ് സ്ട്രാറ്റജിയാണ്, ഒരു തന്ത്രമാണ്. തേർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് പോളിസി, നയമാണ്. തീരുമാനം എടുക്കുന്നതിന് മാർഗ്ഗരേഖ നൽകുകയാണ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഡിഗ്രി അഡ്മിഷന് +2 ഇത്ര ശതമാനം മാർക്ക് വേണം എന്നൊരു ഫിക്സഡ് ആയിട്ട് ഒരു തീരുമാനം എടുക്കുകയാണ്. ഓക്കെ, എ ബ്രോഡ് സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഡിഗ്രി +1 അഡ്മിഷൻ കിട്ടണമെങ്കിൽ +2 ഇത്ര ശതമാനം മാർക്ക് വേണം, അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഓക്കെ, ദാറ്റ് ഈസ് പോളിസി ഓർ നയം. നെക്സ്റ്റ് ടൈപ്പ് പ്ലാൻ എന്ന് പറയുന്നത് പ്രൊസീജിയറാണ്. പ്രൊസീജിയർ, എ സീരീസ് ഓഫ് റിലേറ്റഡ് ടാസ്ക് ദാറ്റ് മേക്ക് അപ്പ് ദി ക്രോണോളജിക്കൽ സീക്വൻസ് ആൻഡ് ദി എസ്റ്റാബ്ലിഷ്ഡ് വേ ഓഫ് പെർഫോമിംഗ് ദി വർക്ക് ടു ബി അക്കംപ്ലിഷ്ഡ്. അതായത് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ സമയക്രമം അനുസരിച്ചുള്ള പരസ്പരം ബന്ധപ്പെട്ട ജോലികളുടെ പരമ്പരയാണ്. പ്രൊസീജിയർ എന്താണെന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾക്കും നമുക്കൊരു പ്രൊസീജിയർ ഉണ്ട് എന്ന് പറയും അല്ലേ. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് ഒരു പോസ്റ്റ്, ഒരു വേക്കൻസി ഉണ്ട്. ആ വേക്കൻസിക്ക് ഒരാളെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുമ്പം നമ്മൾ നടത്തേണ്ട പ്രൊസീജിയർ. ഓക്കെ, എന്തൊക്കെ പ്രൊസീജിയറാണ് നമ്മൾ നടത്തുന്നത്, എന്തൊക്കെ നടപടി ക്രമങ്ങളാണ്, അതാണ് ഒരു പ്ലാന്. ഓക്കെ, ഒരാളെ നമ്മൾ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ, ഒരു അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ നടപടിക്രമങ്ങൾ നടത്തണം എന്നതിനെ കുറിച്ചിട്ടുള്ള പ്ലാനാണ് പ്രൊസീജിയർ. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡാണ്. മെത്തേഡ് മീൻസ് ദ സ്റ്റാൻഡേർഡൈസ്ഡ് വേ ഓഫ് അക്കംപ്ലിഷിംഗ് ടാസ്ക്. അതായത് നമ്മൾ പറയുന്ന രീതിയിലെ ഉദ്ദേശ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഒരു ജോലി ചെയ്യേണ്ട നിശ്ചിത മാർഗ്ഗമാണ് മെത്തേഡ് എന്ന് പറയുന്നത്. എ സ്റ്റാൻഡേർഡൈസ്ഡ് വേ ആണ് അക്കംപ്ലിഷ് ടാസ്ക്. ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് വേ ആണ് മെത്തേഡ് എന്ന് പറയുന്നത്. മെത്തേഡ് ഓഫ് വേജ് പേയ്മെൻറ്റ്, ഏത് രീതിയിലാണോ സാലറി കൊടുക്കുന്നത് അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്ന പ്ലാനിങ് ആണ് മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് ബഡ്ജറ്റാണ്. ബഡ്ജറ്റ്, ഇറ്റ് ഈസ് ദ ന്യൂമറിക്കൽ എക്സ്പ്രഷൻ ഓഫ് ദി ഫ്യൂച്ചർ റിസൾട്ട്.
എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വേ ഓഫ് ഹെഡ്ലൈൻ ഇവൻറ്റ്സ്. ബഡ്ജറ്റ് എന്നാൽ നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ, ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്ന് പറയുന്നത്. പ്രതീക്ഷിക്കുന്ന ഫലം സംഖ്യാരൂപത്തിൽ പ്രകടിപ്പിക്കുന്ന പ്രസ്താവനയാണ് ബഡ്ജറ്റ്. അതായത് നമ്മുടെ ഇപ്പോൾ നമുക്ക് ബഡ്ജറ്റ് അവതരണത്തിലൊക്കെ പറയാം, നമുക്ക് കേരളത്തിൻ്റെ കാര്യങ്ങൾ വികസനത്തിന് വേണ്ടി ഇത്ര കോടി അനുവദിച്ചു അതുപോലെ പറയില്ലേ, അതുപോലെ നമ്മൾ എത്ര കോടി അനുവദിച്ചു, അതായത് സംഖ്യാരൂപത്തിലാണ്. പ്രതീക്ഷിക്കുന്ന ഫലം സംഖ്യാരൂപത്തിൽ പ്രകടിപ്പിക്കുന്ന പ്രസ്താവനയാണ് ബഡ്ജറ്റ്. നെക്സ്റ്റ് പോയിൻ്റ് റൂളാണ്. റൂൾ, ചട്ടങ്ങൾ അല്ലെങ്കിൽ നിയമം. അവിടുത്തെ നിയമമാണെന്ന് പറയും അല്ലേ. സം സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് വിച്ച് ഇൻഫോം വാട്ട് ഈസ് ടു ബി ഡൺ ഓർ നോട്ട് ടു ബി ഡൺ ഇൻ ഗിവൺ സിറ്റുവേഷൻ. അതായത് ഒരു നിശ്ചിത സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യാൻ പാടില്ല എന്നും നിശ്ചയിക്കുന്ന ഒരു പദ്ധതിയാണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് റൂള്. ഓക്കെ. അപ്പോൾ ചില ഓഫീസുകളിൽ ചില സ്ഥലങ്ങളിലൊക്കെ പറയുന്നുണ്ട്, സ്കൂളുകളിലൊക്കെ നോ സ്മോക്കിംഗ് ഓർ സ്മോക്കിംഗ് ഈസ് പ്രൊഹിബിറ്റഡ് ഏരിയ എന്നൊക്കെ പറയില്ല, അതൊരു റൂളാണ്. നെക്സ്റ്റ് പ്രോഗ്രാം, ഒരു പരിപാടി. അതായത് പ്രോഗ്രാം മീൻസ് ഓൾ ദി ആക്ടിവിറ്റീസ് നെസസറി ഫോർ അച്ചീവിങ് ഗിവൺ ഒബ്ജക്റ്റീവ്സ്. അതായത് ഒരു നിശ്ചിത ജോലി ചെയ്യാൻ വേണ്ട ലക്ഷ്യങ്ങൾ, നയം, നടപടിക്രമം, ജോലി സ്വീകരിക്കേണ്ട നടപടി, ഉപയോഗിക്കേണ്ട ഇവയെല്ലാം അടങ്ങിയ ഒരു സങ്കീർണമായ ഒന്നാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ. ഓൾ ദി ആക്ടിവിറ്റീസ്, അതിൽ ഏതൊക്കെ വരുന്നുണ്ട്, പോളിസി, പ്രൊസീജിയർ, ഇതെല്ലാം ഉള്ള ഒരു ഓൾ ആക്ടിവിറ്റീസ് ഫോർ അച്ചീവിങ് ഗിവൺ ഒബ്ജക്റ്റീവ്, ലക്ഷ്യം നേടാൻ വേണ്ടി. പ്രോഗ്രാമിന് ഒരു എക്സാമ്പിൾ വരുന്നത് പ്രോഗ്രാം ഓഫ് ഓപ്പണിംഗ് 5 ബ്രാഞ്ചസ്. 5 ബ്രാഞ്ച് നമ്മുടെ സ്ഥാപനത്തിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയർ, പ്രോഗ്രാം നമ്മൾ നടത്തണം, അതിനൊക്കെ പറയുന്ന പേരാണ് പ്രോഗ്രാം എന്ന പ്ലാന്. ഓക്കെ. അപ്പോൾ നമ്മൾ പ്ലാനുകളെ കുറിച്ച് പറഞ്ഞു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാൻസ്. ഫസ്റ്റ് വൺ ഒബ്ജക്റ്റീവ്, സെക്കൻഡ് സ്ട്രാറ്റജി, പോളിസി, പ്രൊസീജിയർ, മെത്തേഡ്, റൂൾ, പ്രോഗ്രാം ആൻഡ് ബഡ്ജറ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ളത് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഓരോ പ്ലാനുകളും ഓരോ പ്ലാനുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പം ഡിഫറൻസ്, പോളിസീസ്, ഒബ്ജക്റ്റീവ്സ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, പോളിസീസ് പ്രൊസീജിയർ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, പോളിസീസ് റൂൾസ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, റൂൾസ് ആൻഡ് മെത്തേഡ്സ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫോക്കസിങ് ഏരിയ അല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ഞാനതിൽ അതിൻ്റെ പിക്ചർ സെൻഡ് ചെയ്യേണ്ടത് ഒന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് വായിച്ച് പോവുക എക്സാമിന് കേട്ടോ. ഓക്കെ. അപ്പം ഡിഫറൻസ് ബിറ്റ്വീൻ പോളിസീസ് ആൻഡ് ഒബ്ജക്റ്റീവ്സിൻ്റെ ഒരു പിക്ചർ സെൻഡ് ചെയ്യുക, അതിൻ്റെ മലയാളം ഇംഗ്ലീഷ് രണ്ടും സെൻഡ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഒന്ന് പഠിക്കാം. അതായത് നമ്മൾ ഓരോന്ന് എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അറിയുകയാണെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് എഴുതാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്ലാനിംഗ് എന്നുള്ള ചാപ്റ്ററാണ്. പ്ലാനിങ്ങിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞു, ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ. ഓക്കെ. പിന്നെ നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു, ഇമ്പോർട്ടൻസ് പറഞ്ഞു, മെറിറ്റ്സ് പറഞ്ഞു അല്ലേ. ദെൻ നമ്മൾ സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് പറഞ്ഞു. ലാസ്റ്റ് വൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാൻസ്. ഓക്കെ. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഓരോ പ്ലാനുകൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.